സർക്കാരിനെതിരെ സെപ്റ്റംബർ 1 പ്രതിഷേധത്തിന് CPIM. പാലത്തായി കേസ് പ്രതി പത്മരാജന് ജാമ്യം കിട്ടാൻ സൗകര്യമൊരുക്കിയത് UDF സർക്കാർ എന്ന് CPIM. കേസ് അട്ടിമറിക്കാൻ ആസൂത്രിത ശ്രമം നടന്നു. കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഇക്കാര്യം ആരോപിച്ച് രംഗത്തെത്തി. കേസ് ലാഘവത്തോടെയാണ് കൈകാര്യം ചെയ്തത്. ഒക്ടോബറിൽ പരിഗണിക്കാൻ മാറ്റിയ കേസ് സർക്കാർ ഇടപെട്ട് നേരത്തെയാക്കിയെന്നും KK രാഗേഷ് വ്യക്തമാക്കി. പ്രതികരണത്തിലേക്ക് കാല ജീവിതം പൂർണ്ണമായും തടവിലടക്കപ്പെടാൻ വേണ്ടി വിധിക്കപ്പെട്ട ഒരു കുറ്റവാളിക്കാണ് ഇപ്പോൾ UDF സർക്കാർ ജാമ്യം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. UDF അധികാരത്തിൽ വന്നതോടുകൂടി മെൻഷൻ ചെയ്ത് ആ കേസ് അഡ്വാൻസ് ഹിയറിംഗിന് വേണ്ടി വെപ്പിക്കുകയാണ്. സാധാരണ നിലയിൽ അത്തരമൊരു നീക്കമുണ്ടാകുമ്പോൾ പ്രോസിക്യൂഷൻ ശക്തമായി എതിർക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ ഗൗരവത്തിലുള്ള ഒരു എതിർപ്പ് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. വിശദാംശങ്ങളുമായി നിഖിൽ അളവൂരുണ്ട് കണ്ണൂരിൽ നിന്നും. നിഖിൽ, പാലത്തായി കേസ് അതിൽ പ്രോസിക്യൂഷന് വീഴ്ചയുണ്ടെന്ന് വ്യാപകമായി വിമർശനം ഉയർന്നു വരുന്ന സാഹചര്യം, ഈ ഘട്ടത്തിൽ അതൊരു രാഷ്ട്രീയ ആരോപണമായി രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാൻ CPM തീരുമാനിക്കുന്നു. ഗൗതം, തീർച്ചയായും CPIM അതിനെ രാഷ്ട്രീയമായി കൂടി പ്രതിരോധിക്കാൻ തന്നെയാണ് തീരുമാനിക്കുന്നത്. പ്രത്യേകിച്ചും നേരത്തെ LDF സർക്കാർ അധികാരത്തിലിരുന്നപ്പോഴും KK ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള നേതാക്കളെ പേര് പറഞ്ഞ് വലിയ വിമർശനമായിരുന്നു കോൺഗ്രസ് പാലത്തായി കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. കേസ് അട്ടിമറിക്കാൻ RSS BJPയുമായി ഒരു അത്തരത്തിൽ ഒത്തുകളിച്ചത് CPIM ആണ് എന്ന വലിയ രാഷ്ട്രീയ ആരോപണം കോൺഗ്രസ് ആവർത്തിച്ചുന്നയിച്ചതായിരുന്നു. ഇപ്പോഴേതായാലും KK രാഗേഷ് ചോദിക്കുന്നത് അന്നത്തെ ആരോപണങ്ങളൊക്കെ പൊള്ളയായിരുന്നു എന്ന് ഇപ്പോൾ വ്യക്തമാവുകയല്ലേ എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഈ ജാമ്യം കിട്ടാനിടയായ സാഹചര്യം, ഒപ്പം കേസിലെ വിധി, തലശ്ശേരി പോക്സോ കോടതിയുടെ വിധി മരവിപ്പിക്കുന്നത് വരെ കാര്യങ്ങൾ എത്തിയത് നിലവിലെ സർക്കാരിൻ്റെയും പ്രോസിക്യൂഷൻ്റെയും ആ കേസ് ലാഘവത്തോടെ കണ്ട സമീപനത്തിൻ്റെ ഫലമായിട്ടാണ് എന്നുള്ളതാണ് CPIMൻ്റെ ആരോപണം. അതിൽ പ്രധാനമായും പറയുന്ന ഒരു കാര്യം, ഒക്ടോബർ മാസത്തിൽ പരിഗണിക്കാൻ വെച്ച കേസാണ്. ആ കേസ് മെൻഷൻ ചെയ്ത് പെട്ടെന്ന് പരിഗണിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ സ്വാഭാവികമായി അത് അറിയേണ്ടതാണ്. ഇത്രത്തോളം ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസ് അങ്ങനെ പെട്ടെന്ന് പരിഗണിക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ അറിയേണ്ടതാണ്. പക്ഷേ അത് ഉണ്ടായില്ല എന്നൊരിക്കലും വിശ്വസിക്കാനാവില്ല. എന്നിട്ട് പോലും ഈ കേസ് ഇങ്ങനെ വേഗത്തിൽ പരിഗണിക്കുകയും പ്രതിയായ RSS BJP പ്രവർത്തകനും അധ്യാപകനുമായ പത്മരാജന് ജാമ്യം കിട്ടുന്നത് വരെ എത്തിയത് ഇത്തരത്തിൽ വലിയ വീഴ്ച തന്നെയാണ്. ലാഘവത്തോടെ ഈ കേസിനെ സർക്കാർ കണ്ടതുകൊണ്ടാണ് എന്നുള്ളതാണ് CPIMൻ്റെ ഒരു പ്രധാനപ്പെട്ട വിമർശനം. മറ്റൊന്ന്, ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ, ഇപ്പോൾ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ സ്ഥാനത്തിരിക്കുന്നത് ഒരു കണ്ണൂർ സ്വദേശിയാണ്. ഈ കേസിനെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയുന്നയാളാണ്. എന്നിട്ട് പോലും മുതിർന്ന അഭിഭാഷകരാരും തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് കോടതിയിൽ ഹാജരായില്ല എന്നൊരു വിമർശനം CPIM ഉന്നയിക്കുന്നുണ്ട്. കേസ് അട്ടിമറിക്കാൻ ആസൂത്രിതമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ഈ UDFും RSSും തമ്മിലുള്ള ഒത്തുകളിയുടെ ഭാഗമായിട്ടാണ്, അല്ലെങ്കിൽ നേരത്തെ തെരഞ്ഞെടുപ്പിന് മുന്നേ ഉണ്ടാക്കിയിരുന്ന ഡീലിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ പാലത്തായി കേസിലെ ഈ അട്ടിമറി ഉൾപ്പെടെ നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് CPIMൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണമായി ഇപ്പോൾ ഉന്നയിക്കുന്നത്. ഏതായാലും വിഷയത്തിൽ രാഷ്ട്രീയമായ പ്രതിരോധം തീർക്കാൻ തന്നെയാണ് CPIMൻ്റെ തീരുമാനം. അതിന്റെ ഭാഗമായാണ് അടുത്ത മാസം 1-ാം തീയതി പാനൂരിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാൻ CPIM തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം ഈ കഴിഞ്ഞ ദിവസം CPIMൻ്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറി KK രാഗേഷ് ഈ കുടുംബത്തെ സന്ദർശിച്ചിരുന്നു. കുടുംബം നിയമപരമായി മുന്നോട്ട് പോകുമെന്ന കാര്യം അറിയിച്ചിട്ടുണ്ട് എന്നുകൂടി KK രാഗേഷ് പറഞ്ഞു.